ഒക്ടോബർ 4 മുതൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കണക്കിലെ വിവാദം മന്ത്രിസഭായോഗം ചർച്ച ചെയ്തു. മെമ്മോറാണ്ടത്തിലെ വിവരങ്ങൾ റവന്യൂ മന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അൺഫിൽറ്റ് ഡിസൂസ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. അൺഫിൽറ്റ്, ഒക്ടോബർ 4 മുതൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കണക്കിലെ വിവാദം, കണക്കിലെ കള്ളക്കളികൾ എന്ന തരത്തിൽ പുറത്തുവരുന്ന വിവാദം വലിയ ചർച്ചയാണ്. പ്രത്യേകിച്ചും പ്രതിപക്ഷമൊക്കെ വലിയ ചർച്ചയിലേക്കാണ് ഇത് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. വിവരങ്ങൾ എങ്ങനെയാണ് അൺഫിൽറ്റ് ഇതുമായി ബന്ധപ്പെട്ട്? വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിലെ എസ്റ്റിമേറ്റ് തുകയാണെങ്കിൽ പോലും ഈ രീതിയിലുള്ള എസ്റ്റിമേറ്റ് തുകയെ ചൊല്ലിയുള്ള വലിയ രീതിയിൽ വിവാദമാണ്. പ്രതിപക്ഷവും മാധ്യമങ്ങളടക്കം തന്നെ ഇത് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. ഇത് ഇന്ന് മന്ത്രിസഭാ യോഗം വിശദമായി തന്നെ ചർച്ച ചെയ്ത് ഈ വിവാദമാണ് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത്. ഈ യോഗത്തിൽ റവന്യൂ മന്ത്രി, സ്വാഭാവികമായും റവന്യൂ വകുപ്പിന്റെ അണ്ടറിലാണ് വരുന്നത്, റവന്യൂ വകുപ്പ് മന്ത്രി മെമ്മോറാണ്ടം, അതായത് ഇപ്പോൾ മാധ്യമങ്ങൾ വിവാദമാക്കുകയും പ്രതിപക്ഷം ഏറ്റുപിടിച്ചിരിക്കുകയും ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടമായിരുന്നു. അതായത് എസ്റ്റിമേറ്റ്, ഇനി വയനാട്ടിൽ ദുരന്തമുണ്ടായി 15 ദിവസം കഴിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ എന്തൊക്കെ രീതിയിലുള്ള ചിലവുകളാകും ഇനി അഭിമുഖീകരിക്കേണ്ടി വരിക, ഓരോന്നിനും ഇന്ന ചിലവുകൾ വേണ്ടിവരും എന്നൊക്കെയുള്ള ഒരു എസ്റ്റിമേറ്റ്, ആ എസ്റ്റിമേറ്റ് വിശദമായ ഒരു മെമ്മോറാണ്ടമായി കേന്ദ്രത്തിന് സമർപ്പിക്കുകയായിരുന്നു. ആ മെമ്മോറാണ്ടം അതേപടി അതിന്റെ വിശദാംശങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ റവന്യൂ മന്ത്രി അത് വായിക്കുകയും അത് വിശദീകരിക്കുകയൊക്കെ ചെയ്തു. സ്വാഭാവികമായും വലിയ വിമർശനം തന്നെയാണ് ഇതൊരു വിവാദമാക്കിയതിന് പിന്നിൽ. അത് മാധ്യമങ്ങളായാലും പ്രതിപക്ഷമായാലും ഏറ്റെടുത്തതിന് പിന്നിലുണ്ടായ വലിയ രീതിയിലുള്ള വിമർശനം തന്നെ മന്ത്രിസഭയിൽ ഉന്നയിക്കുകയുണ്ടായി. സാധാരണഗതിയിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്ന അതേ രീതി തന്നെയാണ് കേരളവും ഇക്കാര്യത്തിൽ പിന്തുടർന്നത്. അതായത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് SDRFന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കിയത്. അതിനപ്പുറത്തേക്ക് ഒരു രീതിയിലുള്ള അവ്യക്തതയോ ആശയക്കുഴപ്പമോ ഇതിലില്ല. സാധാരണ കേരളത്തിൽ തന്നെ ഇതിനു മുമ്പ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് രീതിയിലാണോ കേന്ദ്രത്തിന് മെമ്മോറാണ്ടം നൽകുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടും കേന്ദ്രത്തിന് മെമ്മോറാണ്ടം നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇതൊരു വലിയൊരു വാർത്തയാക്കുകയോ വലിയ രീതിയിൽ വിവാദമാക്കുകയോ ചെയ്യുന്നത് ഒരു ഗൂഢാലോചന എന്ന രീതിയിൽ മന്ത്രിമാരൊക്കെ ഇതിനോടകം പ്രതികരിച്ചതൊക്കെ ആ രീതിയിൽ തന്നെയാണ്. വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിനെതിരെ. ആ രീതിയിലൊരു നീക്കമാണ് അതിന്റെ പിന്നിൽ എന്നാണ് മന്ത്രിസഭയും വിലയിരുത്തുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ നിയമസഭാ സമ്മേളനം ഒക്ടോബർ 4 മുതൽ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഒക്ടോബർ 4 മുതൽ 18 തീയതി വരെയാകും നിയമസഭാ സമ്മേളനം ചേരുക. പ്രധാനമായി നിയമസഭാ സമ്മേളനം ചേരുന്നത് ബില്ലുകൾ ചർച്ച ചെയ്യുന്നതിന്, വിവിധതരം ബില്ലുകളാണ് സർക്കാരിന് മുന്നിലുള്ളത്. ആ ബില്ലുകളൊക്കെ തന്നെയും ചർച്ച ചെയ്ത് പാസ്സാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ നിയമസഭാ സമ്മേളനം ചേരുന്നത്. 4 തീയതി സഭാ സമ്മേളനം ചേരും. അന്ന് വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സഭ പിരിയും. അതിനുശേഷം ശനിയും ഞായറുമാണ് 5 മാറും. വീണ്ടും 7 തീയതിയാകും സഭ പൂർണ്ണമായി തുടങ്ങുക. സമ്മേളനം 7 മുതൽ 8 വരെ ആയിരിക്കും ശരിക്കുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. പ്രധാനമായി ബില്ലുകൾ ചർച്ച ചെയ്യുന്നതിനും ബില്ലുകൾ പാസ്സാക്കുന്നതിനും വേണ്ടി മാത്രമുള്ളതാണ് ഈ 4 തീയതി മുതൽ 18 തീയതി വരെ ചേരുന്ന നിയമസഭാ സമ്മേളനം.